വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഫുട്ബോളിൻ്റെ 2026 അപ്ഡേറ്റ് വരികയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്ന കാര്യവും പിന്നെ ഇപ്പോഴത്തെ കുറച്ച് പ്ലേസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ടോക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെയുള്ള പ്ലേസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ മാച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഗെയിം പ്ലാൻ എന്താക്കുക, ഗെയിം കളിക്കുമ്പോൾ ഗെയിം പ്ലാനിൽ എന്താകുക, പാസ് ഡിലേ ആവുന്നു, പിന്നെ സ്പീഡ് കിട്ടുന്നില്ല കളിക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നെറ്റ് ഇഷ്യൂ ഇല്ലാണ്ടും നെറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട. അതെന്താണെന്ന് വെച്ചാൽ പെസ്സിൻ്റെ പുതിയ അപ്ഡേഷൻ വരികയാണ്. ഈ 2026 വരുന്നതിനെ കൊണ്ട് തന്നെയുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളാണ്. അത് കൊനാമി തന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. അതുപോലെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. പിന്നെ ഇനി പറയാൻ പോകുന്നത് പെസ് 2026 ഈ ഫുട്ബോൾ 2026 വരുമ്പോഴുള്ള കാര്യമാണ്. ഓക്കെ, ഈ ഫുട്ബോൾ 2026 വരുമ്പോഴുള്ള കാര്യം പറയുകയാണെങ്കിൽ മറ്റേ എന്താക്കുക, ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ വരുമ്പോൾ എന്താക്കും, ഇപ്പോൾ 2 GB സൈസിൻ്റെ അടുത്തുള്ള അപ്ഡേറ്റ് ആക്കും. അത്രത്തോളം സ്പേസ് നമ്മൾ സ്റ്റോറേജിൽ ഉണ്ടാക്കി വെക്കണം. പിന്നെ പറയുകയാണെങ്കിൽ iOS യൂസേഴ്സിനാണെങ്കിൽ ഏതെല്ലോ iOS 10 ആപ്പിൾ 10 മുതൽ അങ്ങനെ താഴോട്ട് കിട്ടിയില്ല, അങ്ങനെ എന്തെല്ലോ ഇതുണ്ട്. പക്ഷേ ആൻഡ്രോയിഡുകാർക്ക് അങ്ങനത്തെ ഒരു നോട്ടീസും വന്നിട്ടില്ല. ഞാൻ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. ഒബ്ജക്റ്റീവ്സ് എല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും. പിന്നെ പുതിയ ഒബ്ജക്റ്റീവും കാര്യങ്ങളും പെസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, പുതിയ ബെസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാക്സും കാര്യങ്ങളും ഇവിടെ മാർട്ടിനസിൻ്റെ ബാക്ക് പോകില്ല. പിന്നെ ബെൽജിയത്തിൻ്റെ ബാക്ക് പോകും, ക്ലൈവർട്ടും പോകുന്നതാണ്. അവർ രണ്ട് ബാക്കും പോകും. പിന്നെ ഓൾമോസ്റ്റ് പ്ലെയേഴ്സിൻ്റെ ബാക്കിൽ എല്ലാ ബാക്കും പോകുന്നതാണ്. ഇത് ഒഴിച്ചിട്ട് ഇത് പോകില്ല. വേൾഡ് വൈഡ് ജൂലൈ 2025 പോകുന്നതല്ല. ഓക്കെ, ബാക്കി എല്ലാ ബാക്കും പോകുന്നതാണ്. എന്നിട്ട് നമുക്ക് പുതിയൊരു ബാക്ക് ബെസ്സിൽ ലോഗിൻ ചെയ്യുന്നതിനെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഫസ്റ്റ് തന്നെ കയറി ചെന്ന് ഇൻസ്റ്റാൾ ആക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ആകാത്ത പ്രോബ്ലം ഉണ്ടാവും. അന്നേരങ്ങൾ ഗെയിം അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറേ ടൈം. ലാസ്റ്റ് പിന്നെ നിങ്ങൾ എന്താക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് ആവുന്നതാണ്. പിന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പലരും പറയുന്നുണ്ടാവും കോയിനും കാര്യങ്ങളൊക്കെ ചിലപ്പം പോകുന്നു. പക്ഷേ കോയിനും കാര്യങ്ങളൊന്നും പോകില്ല. കോയിനും GPU ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് ഒന്നും പോകില്ല എന്ന് കൊനാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മേജർ അപ്ഡേറ്റ് അല്ല, പെസ്സിന്ന് ഈ ഫുട്ബോളിലേക്ക് വന്ന പോലത്തെ അപ്ഡേറ്റ് അല്ല ഇത് ഈ ഫുട്ബോൾ തന്നെയാണ് 2026. പിന്നെ പറയാനുള്ളത് ഈ ഫുട്ബോൾ പോയിൻറ്റ്സിലെ പ്ലെയേഴ്സിനെയും കാര്യങ്ങളൊക്കെ പുതിയത് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മറ്റന്നാൾ ഡേറ്റിൻ്റെ സമയത്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറേ സംഗതികൾ വരുന്നുണ്ട്. ഒരു കാര്യം നിലവിൽ ലീക്കായിട്ടില്ല പെസ്സിൻ്റെ സമയത്ത്. പിന്നെ പെസ് ഈ ഫുട്ബോൾ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് 1 വീക്ക് കുറച്ച് ബഗ്ഗും എററും ഒക്കെ ഉണ്ടാവും. അതെല്ലാം പെസ്സിന് കൊനാമിൻ്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കാണ്. വലിയൊരു ഗെയിം റീലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ്. അത് അവർ തന്നെ 1 വീക്ക് കഴിഞ്ഞാൽ ഒരു ചെറിയ അപ്ഡേഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അവർ തന്നെ ഫിക്സ് ആക്കുന്നതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ള ഡെയിലി ഗെയിമും കാര്യങ്ങളും ചേഞ്ച് ആവും. ഡെയിലി ഗെയിമൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഇനി പറ്റില്ല. കാരണം 1 ഡേ കൂടിയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന ചാലഞ്ച് കഴിയാൻ പോവുകയാണ്. ഇതും കഴിയുന്നുണ്ട്. നാളെയും കൂടി ലോഗിൻ ചെയ്യുന്നവർക്ക് ലോഗിൻ ചെയ്യാം, ആ കോയിൻ കൂടി കിട്ടും. അപ്പോൾ പിന്നെ പലരും എന്താക്കും, പ്ലെയേഴ്സിനൊക്കെ റിലീസ് ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ആരെയും റിലീസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്ലെയേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ അവർ തന്നെ തരുന്നതാണ്. പിന്നെ നമ്മളായിട്ട് റിലീസ് ചെയ്യുവാണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് കൊനാമി. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊനാമി ID ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. ആ ഒരു ജോയിനിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഫെയിൽ ടു ജോയിൻ എങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-12 പ്രാവശ്യം ട്രൈ ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കയറിയാൽ സെർവർ ഫുള്ളായിട്ട് ഡൗൺ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു ഇഷ്യൂ ആയി മാറും കൊനാമിക്ക്. അതും മാറ്റാൻ കുറച്ച് മണിക്കൂർ വേണ്ടി വരും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊനാമി ID ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ട് വേണം തന്നെ. പിന്നെ പാസ്വേഡും കൊനാമി IDയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഓർമ്മിച്ച് വെക്കുക. കാരണം ഈ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അത് തന്നെ നമ്മൾ ഒന്നുകൂടി അടിക്കണം. അത് തെറ്റിപ്പോയാൽ ചിലപ്പോൾ മാറ്റാനുള്ള ഇതൊക്കെ വരുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.